നമ്മൾ നമസ്കാരത്തിൽ തന്നെ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിലൊരു മറ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കസേര എടുത്ത് വെക്കുന്നത്. അതിന് അത് പിന്നെ ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട റസൂല് കൽപ്പിച്ചുമാണ്. ഒരാള് മറ എന്നല്ല അതിന് പറയും, ഒരു മുമ്പിൽ ഒരു അടയാളം പോലെ ഒരു അതിനോട് അടുത്ത് നിൽക്കുക. അതുകൊണ്ടാണ് കാരണം നിസ്കരിക്കുന്നവന്റെ മുമ്പിലോട് നടക്കാൻ പാടില്ല. 40 കൊല്ലെന്നോ എങ്ങനെയും പറയാം, 40 കാത്തിരിക്കട്ടെ എന്നാണ് ഹദീസിലുള്ളത് നിസ്കരിക്കുന്നതിന് മുമ്പിൽ കൂടെ നടക്കുന്നതിന്. അപ്പോൾ ആ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ ഒരു വടി കുത്തിയൊക്കെ മണലിലൊക്കെ നിസ്കരിക്കുകയാണ്, പോയതിൻ്റെ തീരത്തോ പാർക്കിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളത്തിന്, വലിയ പള്ളിയാണെങ്കിൽ ഒരു കസേരയോ എന്തെങ്കിലും അടയാളം മുമ്പിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ചുമരിനോട് തൂണിനോടോ ചേർന്ന് നിൽക്കുക. അത് ഹദീസിൽ വന്ന നമസ്കാരത്തിന് മുമ്പിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള അടയാളമാണോ എന്ന് പറയാൻ പറ്റില്ല, ഹദീസിൽ വന്ന സംഗതിയാണ്. അതും അതിൻ്റെ ഒരു ഉദ്ദേശമാകാം. എന്നാൽ ഹദീസിൽ റസൂൽ കൽപ്പിച്ച ഒരു സുന്നത്തായതുകൊണ്ട് അത് പാലിക്കുക തന്നെ വേണം. ചിലയിടത്തിൽ അത് പാലിക്കാൻ കഴിയില്ല, കാരണം ഒന്ന് വെക്കാൻ കിട്ടൂല. പിന്നെ ഹറമിലൊക്കെ ആണെങ്കിൽ നടക്കാതെ ആളുകൾ അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ എല്ലാത്തിനും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളെ കൊണ്ടും കഴിയാത്തതല്ല കൽപ്പിച്ചിട്ടില്ല. സാധ്യമാകുന്നിടത്ത് ഈ അദബുകളൊക്കെ പാലിക്കണം.